ഹലോ ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്താണ്. അത് അവിടുത്തെ ചർച്ചിലെ ഒരു കൊടിമരമാണ്. ഇത് അവരൊത്തിരി വിശ്വസിക്കുന്ന ഒരു ചർച്ചും, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ചർച്ചുമാണ്. അപ്പം ഇവിടെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ചാകര വന്നിരിക്കുകയാണ്. ഞാൻ മുന്നേ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ ചാകരയോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്ന കണ്ടോ ഗായ്സ്, അടിപൊളി ചാകരയാണ്. കണ്ട വള്ളങ്ങൾ ഒരു പകുതി വള്ളങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ, ഈ എല്ലാ വള്ളങ്ങളും പോകും. അപ്പോൾ സ്റ്റാർട്ടിങ് സമയമാണ്. മീൻ മേടിക്കാൻ താല്പര്യമുള്ളൊരു ഓടി വരണം ഗ്യാസ്, പെട്ടെന്ന് വന്നോ. ഒരു മാസം 1.5 മാസം 2 മാസം വരെ ചാകര ഉണ്ടാവുകയുള്ളൂ. വൈകുന്നേരം ഒരു 9 മണി വരെ കാണും, രാവിലെ ഒരു 3 മണി വരെ തുടങ്ങി കഴിഞ്ഞിട്ട്. അതിനകം വെച്ച് നിങ്ങൾ ടീം മാറ്റി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം 4 പേര് 5 പേരൊക്കെ ഒത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒത്ത് വരുമ്പോൾ നമുക്ക് ഒരു കുട്ട മീൻ നമുക്ക് അടിച്ച് പൊളിച്ച് വിളിച്ച് മേടിച്ചിട്ട് നമുക്ക് ഷെയർ ഇട്ടിട്ട് ലാവിഷായിട്ട് കൊണ്ടുപോകാം. നമ്മളൊക്കെ പോകുന്നത് അങ്ങനെയാണ്. 2, 4, 5 പേര് ചേർന്ന് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒത്ത് കയറാൻ പിടിച്ച് മേടിക്കും. ലാവിഷായിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് വറുത്തും പൊരിച്ചും കറി വെച്ചും പീര വെട്ടിച്ചും ഒക്കെ അങ്ങ് കഴിയാം. കുറേ മാസങ്ങൾ കൊണ്ട് മീനിന് ഭയങ്കര ക്ഷാമമായിരുന്നു. ഇപ്പോൾ അത് മൊത്തം പരിഹരിച്ചുകൊണ്ട് വളരെ പ്രതികാരത്തോടെ അത്യഗ്രഹത്തോടെ നിങ്ങളെല്ലാവരെയും, ഈ വീഡിയോസ് കാണുന്ന എല്ലാവരെയും ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ പാര ഒന്ന്, പിന്നെ ഈ സംഭവം എന്ന് പറയുമ്പോൾ നെത്തോലിയും അയിലക്കുഞ്ചും, പിന്നെ ഇവിടെ ഇത് ഡിസ്ക് എന്ന് പറയും. ഈ സംഭവം നെത്തോലിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഡിസ്ക് എന്ന് പറയുമ്പോൾ എന്തോന്ന്, നമ്മുടെ കത്തിക്കാര. പിന്നെ മുരളുണ്ട്. മുരളാണെങ്കിൽ ആവശ്യം പോലെയാണ് മുരളൊക്കെ വരുന്നത്, ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഇവിടെ നമ്മുടെ വള്ളത്തിന്നൊക്കെ ചില ആൾക്കാർക്ക് ഫ്രീ ആയിട്ടൊക്കെ പിന്നെ വള്ളത്തിൻ്റെ മീൻ കരയിലോട്ട് കൊണ്ടുവന്ന ശേഷം ബാലൻസ് വരുന്ന മീനുകൾ ചില ആൾക്കാർക്ക് ഒക്കെ കൊടുക്കും. അപ്പോൾ അത് ചില ആൾക്കാർ കരയിൽ കൊണ്ട് വെച്ചുകൊണ്ട് അതിനെ കൂറായിട്ട് വെക്കും. കറിക്കാർക്ക് അതാണ് ബെസ്റ്റ് കേട്ടോ. ഡെയിലി കറിക്കാരൊക്കെ ജോലിക്ക് കഴിഞ്ഞ് വരുന്ന, ഒറ്റയായിട്ട് വരുന്നവരും ഓഫീസ് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ അതൊക്കെ മേടിക്കാം. അത് നല്ല ലാഭത്തിന് കിട്ടും. കണവ ഇതൊന്നും വലിയ കണവയൊന്നും അല്ല ഗേസ്, കണവൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. കടൽപ്പുറം മൊത്തവും കല്ലം കണവൊക്കെ നിരത്തി വെച്ചാൽ വിളിക്കുന്നവർ. അതിൻ്റെ ഒരു കാഴ്ച വേറെ തന്നെ. അതിൻ്റെ വീഡിയോസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടായിരുന്നു. ഇത് എന്തൊക്കെ ഒരു മീനാണ്, പേര് വലിയ പിടിയില്ല. ആൾക്കാരൊക്കെ വെച്ചോണ്ടിരിക്കണ്ട. ഈ എവര് ഇത് നേരത്തെ പറഞ്ഞതല്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇത് എവരാണ് ഈ വള്ളത്തുനിന്ന് പറക്കിയെടുക്കുന്ന മീനുകൾ സെയിൽ ചെയ്യുന്ന ആൾക്കാർ. ഇതൊക്കെ നിൽക്കുന്ന ഈ ചേച്ചിയൊക്കെ ഇവിടെയുള്ളതൊന്നുമല്ല, അവരങ്ങ് ബംഗാളിലൊക്കെയുള്ള ടീമുകളാണ്. അപ്പോൾ സീസൺ സമയത്ത് വരുന്ന ടീമുകളാണ്. ഇതൊക്കെ 100 രൂപ 50 രൂപയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. നല്ല രീതിയിലുള്ള മീനുണ്ട്, അത്യാവശ്യത്തിനുള്ള മീനുകളുണ്ട്. ഇത് മുരളാണ്, ഉണ്ട്. ഇതൊക്കെ 100 രൂപ 150 രൂപ കാണുള്ളൂ. 10, 100, 150 മീനുണ്ട് അതിനകത്ത്. ഒരു മീനിനങ്ങ് 1 രൂപ 2 രൂപയ്ക്കകത്ത് വിളി വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? നിൽക്കുന്ന കണ്ടില്ലേ, വള്ളങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഈ വള്ളങ്ങളൊക്കെ പോയതിന് ശേഷം മാത്രമേ ആ വള്ളങ്ങൾ മൊത്തം മീൻ മാറ്റി കരയിലേക്ക് അടുക്കുക. മനസ്സിലായില്ലേ? ഈ വള്ളങ്ങൾ പോകണം.